എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു സുദിനം ആശംസിക്കുന്നു. ഇന്ന് വാട്ട ഈറ്റിൻ്റെ ആയിരുന്നു. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇതാണ്ട് ഈ ചെമ്പ് പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് രാത്രി ഒഴിച്ച് വെച്ചിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ കഴിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോണം കേട്ടോ. രാത്രി കഴുകി വെച്ച പാത്രങ്ങളെല്ലാം തോന്ന് ഇരിപ്പുണ്ട്. ഇനി ഇതെല്ലാം മണ്ടയ്ക്ക് കയറ്റി അടുക്കി വെക്കണം. അങ്ങനെ ഈത്തപ്പഴം ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈത്തപ്പഴം കുറഞ്ഞത് 2 വെള്ളത്തിലെങ്കിലും കഴുകിയെടുക്കണം. ഇതെല്ലാം ഇട്ട് വെളിയിലിട്ടാണ് ഉണക്കുന്നത്. പറന്ന് അഴുക്കുകൾ കയറാം, നമുക്കറിയാൻ പറ്റത്തില്ല ഏതൊക്കെ തരത്തിലുള്ള ഇഴജന്തുക്കളൊക്കെയാണ് ഇതിലൂടെ പോകുന്നതൊക്കെ. അതുകൊണ്ട് എല്ലാവരും കഴുകാത്തവരുണ്ടെങ്കിൽ കഴുകിയിട്ട് മാത്രമേ നിങ്ങൾ ഈത്തപ്പഴം കഴിക്കാവൂ. ഓക്കെ. പിന്നെ രാവിലെ നാസ്തയ്ക്ക് ഇടിയപ്പമായിരുന്നു കേട്ടോ. ഇടിയപ്പവും പിന്നെ നമുക്ക് കടലക്കറിയാണ് ഞാൻ ഇന്ന് കഴിക്കാൻ എടുത്തിരിക്കുന്നത് നാസ്തയ്ക്ക്. ഓക്കെ, നമ്മൾ ഈത്തപ്പഴമൊക്കെ 3-4 എണ്ണം കഴിച്ച് പിന്നെ ഞാൻ പേരയ്ക്ക കഴിച്ചായിരുന്നു കേട്ടോ, കട്ട് ചെയ്ത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ശരി, ഒരു പീസ് ഇതിനകത്ത് കാണിക്കാം. ഞാൻ കഴിച്ച ഫുഡാണല്ലോ ഇന്ന് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ വേണ്ട ഇടിയപ്പവും കടലക്കറിയും കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന് ഞാൻ എന്തൊക്കെ കഴിക്കുന്നത് കാണിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പേരയ്ക്ക എടുത്തുകൊണ്ട് വന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് വരാം. പിന്നെ ഞാനൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. നാരങ്ങ വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ ആ നാരങ്ങയുടെ തൊലി എപ്പോഴും ഇങ്ങനെ ഡിഷ് വാഷ് ബാറില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വയ്ക്കും പാത്രം കഴുകുമ്പോൾ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇട്ട് വയ്ക്കും. നിങ്ങളിൽ അങ്ങനെയുള്ളവരുണ്ടോ? പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇച്ചിരി കീരയിരുന്നു. കീരയിൽ ഞാൻ കുറച്ച് ഉപ്പ് വിതറിയിട്ട് ഞാൻ പിന്നെ മുളക് പൊടി ആഡ് ചെയ്തില്ല. ശരീരത്തിന് ഏറ്റവും നല്ലത് കുരുമുളക് ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതെന്നല്ല. നിങ്ങൾക്ക് കളറൊന്നും കാണാൻ പറ്റത്തില്ല. ഞാനും ഇന്തുപ്പും കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഈ കീര കഴിക്കാൻ പോവുകയാണ്. പിന്നെ ഉച്ചയൊക്കെ ആയപ്പം ഞാൻ ചോറെടുത്തു. കുറച്ചും കൂടെ, ഇത്ര ചോറ് മതി എനിക്ക്. പിന്നെ കുറച്ചധികം ഡാലൊഴിച്ചു. പിന്നെ നമ്മളിന്ന് കരയിലയാണ് ഉണ്ടാക്കിയത്. പാവയ്ക്ക ഫ്രൈ, നല്ല ഫ്രൈ ചെയ്തു കേട്ടോ. കരിഞ്ഞു പോയതല്ല, നല്ല ഫ്രൈ ചെയ്ത് എല്ലാം നല്ല കരുമുരുപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തു. അങ്ങനെ പാവയ്ക്ക മെഴുക്ക് വരട്ടി. പിന്നെ നമ്മളുടെ രാവിലത്തെ കടലക്കറി കുറേ അധികം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്തുനിന്ന് കൂടെ കുറച്ചെടുത്ത് വയ്ക്കാമെന്ന്. അങ്ങനെ അതും കുറച്ചെടുത്ത് വെച്ചു. പിന്നെ ഇവിടെ കപ്പാത്താരണി എന്ന് പറയും, നാട്ടിലെന്തോ പറയുന്നതെന്ന് അറിഞ്ഞൂടാ. ചാളയുടെ ഒരു വലിയൊരു ഇനമാണ്, ആൻഡമാനിൽ കിട്ടുന്നതാണ്. മുള്ളുണ്ട്, ഇത് കറി വെച്ചാൽ മുള്ള് കഴിക്കാൻ പാടാണ്. അപ്പം കപ്പാത്താരണി ഫ്രൈ ചെയ്തതുണ്ട്. ഇത്രയാണ് ഇന്ന് എൻ്റെ ഉച്ചയ്ക്കത്തെ ആഹാരം. വേണമെങ്കിൽ നമുക്ക് അച്ചാറെടുക്കാം. പിന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പോഴേ ഞാൻ വിചാരിച്ചു ശരി ഒരു പഴം എടുത്ത് കഴിക്കാം, ചെറിയൊരു ലഘുഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചൊരു പഴം എടുത്തോ. അങ്ങനെ പഴവും കഴിച്ച് ഞാനിങ്ങനെ നടക്കുകയാണ്. കുഞ്ഞുമോൻ TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കടി അടിക്കുന്നേ കഴിച്ചോ, ഒരു കടി കഴിച്ചൊക്കെ. താങ്ക് യു. അവൻ പഴം തിരിച്ചു തന്നു. എൻ്റെ കയ്യിൽ കടലയാണ് കേട്ടോ, നിലക്കടല എന്താ പറയുക, നിലക്കടല കപ്പലണ്ടിക്കല്ലേ പറയുന്നത്, ഇതിനെന്ത് പറയുന്നത്, കടലേന്ന് തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ കഴിച്ചിട്ട് മോനൊക്കെ കഴിച്ചിട്ട് ബാക്കി അവിടെ ബോട്ടിൽ വെച്ചിരുന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. തൊലിയെല്ലാം ഉണ്ട്, നോക്കി കഴിക്കണം. വൈകിട്ട് സ്നാക്സിന് ചേട്ടൻ കഴിക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വൈകിട്ടത്തെ സ്നാക്സ്. ചേട്ടൻ കഴിച്ചിട്ടാണ് വന്നത്, ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുക്കുന്നു. നെയ്യപ്പം ആർക്കൊക്കെ ഇഷ്ടമുണ്ട്, ആർക്കൊക്കെ നെയ്യപ്പം വേണം? എണ്ണ നോക്ക്, ബാബാ, തലേ തേക്കാനുള്ള എണ്ണ ഇതിൽ നിന്ന് കിട്ടും. രാത്രിയിൽ ലഘുഭക്ഷണമാണ് കേട്ടോ. ഇത് റാഗിയുടെ റൊട്ടിയാണ് കേട്ടോ. ഇത് റാഗി റൊട്ടിയും പിന്നെ ഓട്സും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ചായ കുടിക്കുന്നത് വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുന്നതിന് തേയിലവെള്ളം വല്ലപ്പോഴും കുടിക്കുക. എനിക്ക് ഈ ചായ, പാൽ, കോഫി എന്നൊക്കെ പറയത്തില്ല, അതൊക്കെ ഞാൻ വളരെ അപൂർവമായിട്ട്, ചായ പിന്നെ കുടിക്കാറില്ല. എനിക്ക് രാവിലെ എണീറ്റ ചായയോ വൈകിട്ട് ചായ കോഫി അങ്ങനെയുള്ള ഒരു ശീലങ്ങളും എനിക്കില്ല കേട്ടോ. എനിക്ക് ദാഹിക്കുമ്പോൾ വെള്ളം, അത്ര തന്നെ.